ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു സന്യാസിയാണ്. ഈ സന്യാസിമാർ രാഷ്ട്രീയത്തിലേക്കും ഈ ഭരണരംഗത്തേക്കൊക്കെ കടന്നു വരുന്നത് ഒരു ശരിയായ പ്രവണതയാണോ? അത് സന്യാസ ധർമ്മത്തിന് യോജിക്കുന്നതാണോ? എന്താണ് ഹരിക്ക് തോന്നുന്നത്? നമ്മുടെയൊക്കെ ധാരണ, ഒരു സന്യാസി, ഒരു സ്വാമിജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ധാരണ എന്താണ്? കാവ്യ വസ്ത്രം ധരിക്കുക, 24 മണിക്കൂറും ഭക്തി പ്രഭാഷണങ്ങൾ നടത്തുക, ഈശ്വരഭജനം നടത്തുക, ഇങ്ങനെ ജീവിക്കുക. ഇതാണ് പൊതുവേ സന്യാസിമാരെ പറ്റിയുള്ള ഒരു ധാരണ. അവർ പക്ഷേ എനിക്ക് തോന്നുന്നത് പണ്ട് ഇറങ്ങിയ വടക്കുനോ കേന്ദ്രത്തിൽ ശ്രീനിവാസൻ സന്യാസിയാവാൻ പോകുമ്പോൾ ചോദിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് സന്യാസിയാവണം, അതിന് ഞാനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരുന്ന് ഏത് നേരത്തും എന്താ പറയുക ഈശ്വരഭജനത്തോട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല സന്യാസം. സന്യാസം അല്ലെങ്കിൽ സന്യാസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കാരണം സന്യം അസി, അതായത് വേറുന്നുണ്ട് ഈ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക, ഒരു കാര്യത്തിലേക്ക് വളരെ കീനായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാവരും സന്യാസിമാർ തന്നെയാണ്. അവർക്ക് ഒരു വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ അതുപോലും അവരുടെ ചിന്തയെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സന്യാസിമാരാണ്. പൂർവ്വകാലങ്ങളിൽ നമ്മുടെയൊക്കെ ശാസ്ത്രങ്ങൾ എല്ലാം രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിനുവേണ്ടി മുഴുവൻ പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാം യഥാർത്ഥ സന്യാസികളാണ്. അവർ ജീവിതം മുഴുവൻ ഇത്തരം കാര്യത്തിലേക്ക് ഒഴിഞ്ഞു വെച്ചു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് അധികം വരാറില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം, നിരവധി ആശ്രമങ്ങൾ, നിരവധി സന്യാസി വര്യന്മാരുടെ ബൃഹത്തായ ആശ്രമങ്ങൾ ഇന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എത്രയെത്ര ധർമ്മ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ആശുപത്രികൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ എന്തുമാത്രം സ്ഥാപനങ്ങൾ പല സന്യാസി ആശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെ കർമ്മമാണോ? ഇവർക്കിത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവർ ശരിക്കും ഈശ്വരഭജനം മാത്രം പോരെ എന്ന് നമ്മൾ ചോദിക്കുന്നത് എന്താ അർത്ഥം? കാരണം അവരുടെ കർമ്മത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. കാരണം സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക, അതിനുവേണ്ടി സ്വന്തം ജീവിതം, സ്വന്തം കുടുംബം, സ്വന്തം ഭാര്യ, സ്വന്തം കുട്ടികൾ, അവരുടെ ഭാവി എന്നുള്ള ചിന്തകളെ പൂർണ്ണമായും വെടിഞ്ഞ് സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സന്യാസിമാർ. അവർക്ക് തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള മേഖലകളിലും ഇടപെടാനുള്ള യോഗ്യതയുണ്ട്. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ സന്യാസിമാരല്ലാത്ത അല്ലെങ്കിൽ സന്യാസിമാരാണെന്ന് ഭാവിക്കുന്ന ഒത്തിരി തരത്തിലുള്ള ഭരണാധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അവരെ സംബന്ധിച്ച് അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ്? ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മകൻ, അത് കഴിഞ്ഞാൽ അവരുടെ മകൻ എന്ന് വേണമെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ ചിന്താധാരയിൽ അവർക്ക് രാജ്യത്തിനോടാവുമോ കൂടുതൽ പ്രസക്തി, അതോ സ്വന്തം കുടുംബത്തോടാവുമോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം. പക്ഷേ ഇത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി മാത്രമായി അല്ലെങ്കിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രമായി ചിന്തിക്കുന്ന ആളുകൾ, അത് സന്യാസി ശ്രേഷ്ഠന്മാരാണെങ്കിലും അവരപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം സ്വാർത്ഥത അവരുടെ പ്രവൃത്തിയിൽ ഒരു തരത്തിലും വരാൻ സാധ്യതയില്ല. കാരണം ഇവർക്ക് കൈക്കൂലി വാങ്ങി നേടാനില്ല, സ്വന്തം കുട്ടികൾക്ക് കൊടുക്കാനില്ല. ഇവർക്ക് കൈക്കൂലി വാങ്ങി വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട. ദോഷം ചെയ്യുന്നവരെ ശിക്ഷിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കർമ്മം സത്യമാണെന്ന് തോന്നിയാൽ അവർക്ക് അതിനത് ഭയം എന്നുള്ളൊരു സംഭവത്തിൻ്റെ കാര്യങ്ങളില്ല. അവർ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്ക് വരേണ്ടത് കാവി ധരിച്ച സന്യാസികൾ മാത്രമല്ല, ശരിക്കും രാജ്യത്തിന് വേണ്ടി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന, സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ചിന്തിക്കാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ അവർ കൂടുതൽ കർമ്മമണ്ഡലത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വാർത്ഥ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അവർ ശരിക്കും സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു. അവർക്ക് വേണ്ടി എടുക്കുന്നതിൻ്റെ വളരെ ചെറിയ ഒരു ശതമാനം സമൂഹത്തിലേക്ക് കൊടുക്കുന്നു എന്നൊഴിച്ചാൽ നമുക്ക് പൂർണ്ണമായും തരാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആധ്യാത്മികതയും വിശ്വാസവും കൂടിയുള്ള, ആധ്യാത്മികതയിൽ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും സമൂഹത്തിനെ വിശ്വസിക്കും, സമൂഹത്തെ ബഹുമാനിക്കും. അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ ഭരണക്രമത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ പുരാണങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും പണ്ട് ഈ മഹാരാജാക്കന്മാരൊക്കെ ഉപദേശം തേടിയിരുന്നതും ഇത്തരം ഗുരുക്കന്മാരുടെ അടുത്തായിരുന്നല്ലോ. അവരുടെ രാജഗുരുക്കന്മാരും അല്ലെങ്കിൽ സന്യാസിമാരുടെ അടുത്താണ് ഭരണകാര്യങ്ങളിൽ ഒക്കെ ഉപദേശം തേടിയിരുന്നത്. അത്തരം കഥകൾ ഒരുപാടുണ്ടല്ലോ. അവിടെയും പഴയ കാലത്ത് ഗുരുക്കന്മാരായിട്ടുള്ളത് ഒക്കെ ഇത്തരത്തിലുള്ള മഹത്തുക്കളായ സന്യാസിമാർ. കാരണം ഉപദേശകർ
എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സന്യാസിമാരെ ഉപദേശകരായി വെച്ചിട്ടില്ലേ? അവരെ സംബന്ധിച്ചോളം അവർക്ക് സ്വാർത്ഥചിന്ത ഉണ്ടാവില്ല. അവരുപദേശിക്കുമ്പോൾ അവർ നല്ലത് നോക്കി ഉപദേശിക്കും. പക്ഷേ ആ ഉപദേശം പലപ്പോഴും പല രാജാക്കന്മാരും കേൾക്കാറില്ല. കാരണം കേൾക്കാറില്ല എന്ന് വെച്ചാൽ ഉപദേശിച്ചു എന്നതുകൊണ്ട് രാജാവ് കേൾക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്? കാരണം രാജാവിൻ്റേതായിട്ടുള്ള കുടുംബവും അടുത്ത തലമുറയും അടുത്ത തലമുറയുടെ ഭരണവും എല്ലാം അവിടെ പ്രധാനമാണ്. പക്ഷേ ഇവർ പറയുമ്പോഴോ, ഈ സന്യാസിമാർ ഉപദേശിക്കുമ്പോഴോ അവർ കാണുന്നത് ചുറ്റുമുള്ള മുഴുവൻ സമൂഹത്തെയാണ്, ഈ രാജ്യത്തെയാണ്. രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ഈശ്വരൻ കനിഞ്ഞു നൽകിയ എല്ലാ സമ്പത്തിനെയാണ്. ഇതിനെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നവർ സ്വാർത്ഥചിന്ത ഇല്ലാത്തവർക്ക് മാത്രമേ കഴിയുള്ളൂ. അത് വേഷം കൊണ്ട് സന്യാസിയായി മാറി എന്നുള്ളതല്ല, കാവ്യ വസ്ത്രം അണിഞ്ഞു എന്നുള്ളതല്ല, മനസ്സുകൊണ്ട് പൂർണ്ണമായും ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളെ തീർച്ചയായും അവരൊക്കെയാണ് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വളർച്ച, ബാക്കിയുള്ളവർക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ ഇതൊന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. വളരെ വളരെ വലുതായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.